ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ കല്യാണ നിശ്ചയമൊക്കെ മുടങ്ങി ചെറുക്കനും കൂട്ടരും ഒക്കെ തിരിച്ചു പോവുക. അപ്പോൾ അവർ പോകുന്നത് നോക്കി നമ്മുടെ ഗംഗ ജനലിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പം ഗംഗയ്ക്ക് സങ്കടം വരിക. മറ്റൊന്നും കൊണ്ടല്ല, 2 തവണയാണ് താൻ ഈ രീതിയിൽ നിൽക്കുന്നത്, തൻ്റെ കല്യാണം മുടങ്ങിപ്പോകുന്നത്. അതൊക്കെ ഓർത്ത് ഗംഗയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ്. പെട്ടെന്ന് അമ്മ വിനീതേട്ടനുമായിട്ടുള്ള തൻ്റെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ മരിച്ചതോടുകൂടി തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ അവസാനിച്ചോ എന്നിങ്ങനെയുള്ള പല പല ചിന്തകളാണ് ഗംഗയുടെ മനസ്സിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം ഹാളിൽ നമ്മുടെ ശാരദാമ്മയും അതുപോലെ രാധമ്മയും യമുനയും നീളയും ഒക്കെ ഉണ്ട്. അപ്പോൾ കാവേരി അങ്ങോട്ട് ചെല്ലുക. അമ്മേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ ഇനി ഒന്നും സംസാരിക്കേണ്ട എന്നപ്പോൾ രാധമ്മ പറയും, ഞാൻ സംസാരിക്കും. എന്തൊക്കെയാണ് അമ്മ ഈ ചെയ്തു കൂട്ടുന്നത്? ഒരു വാക്ക് ഗംഗേച്ചോട് ചോദിച്ചിട്ടാണോ വിനീതേട്ടനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചത്? അമ്മയ്ക്ക് തോന്നിയ പോലെ ഓരോന്നും അമ്മ ചെയ്തു കൂട്ടും. ഇതിനൊക്കെ അനുഭവിക്കുന്നത് ആരാ? ആ പാവം ഗംഗേച്ചിയല്ലേ. അതിന് വിനീതിന് എന്താ ഒരു കുഴപ്പം എന്ന് രാധമ്മ ചോദിക്കുക. അച്ഛമ്മ അമ്മയൊന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ നിങ്ങൾ കാണാതെ പോകുന്ന ഒരാളുണ്ട്, ഗംഗേച്ചി. വിനീതേട്ടന് ഒരു കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. വിനീതേട്ടൻ നല്ല പയ്യനാ, അത് ആർക്കും അറിയത്തില്ലാത്ത. പക്ഷേ ഗംഗേച്ചിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? വിനീതേട്ടൻ്റെ കൂടെ ഒരു ജീവിതം ജീവിച്ച് തീർക്കേണ്ടത് ഗംഗേച്ചിയാ. അതിന് ഗംഗേച്ചി മനസ്സുകൊണ്ട് സമ്മതമാണോന്ന് ഒരു വാക്കമ്മ ചോദിച്ചോ? അത് ചോദിക്കാതെ അല്ലേ വിനീതേട്ടനോട് അമ്മ പോയി കല്യാണത്തിന് സമ്മതിക്കുന്നൊക്കെ പറഞ്ഞത്? അത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേ ഗംഗയും വിനീതും അങ്ങ് ജീവിച്ചു പൊക്കോളും. അല്ലാതെ ഗംഗയുടെ സമ്മതമൊന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല, അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ല എന്ന് രാധമ്മ പറയാം. അവൻ എത്ര നല്ല ചെറുക്കനായിരുന്നു. അവൻ മുന്നിൽ നിന്നിട്ടാ അവൾക്ക് വേണ്ടി ഓരോ തവണയും ഓരോരുത്തരെ ആലോചിച്ചത്. എന്നിട്ട് അത് വല്ലതും നടന്നോ? അതിനർത്ഥം എന്താ? ഗംഗയെ വിനീതിന് വിധിച്ചതാ. അതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് വിനീതിനോട് തന്നെ ഗംഗയെ കല്യാണം കഴിക്കാൻ പറയേണ്ട അവസ്ഥ നമുക്കും വന്നത് എന്ന് രാധമ്മ പറയാൻ കേട്ടോ. രാധമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കുകയാണ് ശാരദയുടെ ഈ തീരുമാനത്തിൽ. എങ്കിലും അച്ഛമ്മയും അമ്മയും ഒന്ന് മനസ്സിലാക്കണം, ഗംഗേച്ചി ആകെ തകർന്ന് നിൽക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ നിളയും പറയും, വിനീതേട്ടനെ ആർക്കാ കാവേരി ചേച്ചി ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിക്കാം. അങ്ങനെയല്ല മോളെ, നമ്മുടെ ഗംഗേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണ്ടേ? ഓരോ തവണയും അമ്മയുടെ ഓരോ നിർബന്ധങ്ങൾ ഗംഗേച്ചിന്മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടായിരിക്കും ആ പാവം. അമ്മ പറയുന്നത് എന്തും അക്ഷരം പ്രതി അനുസരിക്കുമെന്ന് കരുതി അതിനെ ഇങ്ങനെ മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി വിനീതേട്ടന് സമ്മതമാണെന്ന് പറഞ്ഞാൽ തന്നെ വിനീതേട്ടൻ്റെ അമ്മയില്ലേ സുജാത അപ്പച്ചി ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് അറിഞ്ഞു കഴിയുമ്പം ഇവിടെ വന്ന് ബഹളം വെക്കുമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല വിനീതേട്ടനെ കൊണ്ട് ഗംഗേച്ചിയെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രാധമ്മ പറയും, സുജാത എൻ്റെ മോളല്ലേ, അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാം. ആര്? രാധമ്മയോ? സുജാത അപ്പച്ചി ഇവിടെ വന്നിരുന്ന് 2 ഡയലോഗ് പറയുമ്പോഴേ രാധമ്മ കണ്ണു നിറയ്ക്കും എന്ന് അപ്പോൾ കാവേരി പറയണം കേട്ടോ. അപ്പോൾ പറഞ്ഞു തീരില്ല, അപ്പം തന്നെ സുജാത അങ്ങോട്ട് കടന്നു വരികയാണ്. സുജാത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാ, പക്ഷെ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലുള്ള സംസാരമാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയെന്നേ. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ നിശ്ചയക്കാരൊക്കെ കല്യാണ നിശ്ചയം കഴിഞ്ഞങ്ങ് പോയല്ലേ. സാരമില്ല, നിങ്ങളെ കണ്ട് സംസാരിക്കാൻ പറ്റിയല്ലോ എന്ന് സുജാത പറയാം. അപ്പോൾ സുജാത കടന്നു വരുന്ന കാണുമ്പം കാവേരിയും ശാരദയും ഒക്കെ എഴുന്നേൽക്കുക. അല്ല, നിങ്ങളൊക്കെ എന്തിനാ എന്നെ കണ്ടിട്ട് എഴുന്നേൽക്കുന്നത്? അവിടെ ഇരിക്കുക. ഇവിടെ വേറെയും കസേര ഉണ്ടല്ലോ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊരു കസേര വന്നിരിക്കുക. എന്ത് പറയാനാ ഗംഗയുടെ നിശ്ചയം കഴിയുന്നതിന് മുന്നേ വരണമെന്ന് തന്നെ കരുതിയിരുന്നതാ. പക്ഷേ ഗംഗയുടെ കല്യാണത്തോടൊപ്പം നമ്മുടെ വിനീതൻ്റെ കല്യാണം നടത്താനാ എൻ്റെ തീരുമാനമേ. അവന് വേണ്ടി ഒരു പെണ്ണിനെ ആലോചിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ വീട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അക്കാര്യങ്ങളൊക്കെ ഒന്ന് വാക്കാൽ ഉറപ്പിക്കണമല്ലോ. എത്രയും വേഗം വിനീതൻ്റെ കല്യാണം നടത്തണം. എത്ര നാളെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ വെറുതെ വിടുക? അവനൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാക്കട്ടെ. ഒരു കുടുംബമൊക്കെ ആകുമ്പം അവനും ഒരു പക്വതയും പാകതയൊക്കെ വരും. അതെന്തായാലും വളരെ അത്യാവശ്യം അവൻ്റെ കാര്യത്തിൽ എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പം ശാരദയും രാധമ്മയും പരസ്പരം നോക്കുക. അപ്പം രാധമ്മ പറയും, സുജാതെ, നീ കാര്യങ്ങളൊന്നും അറിയാതെയാണോ സംസാരിക്കുന്നത്? എന്ത് കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറുക്കനും കൂട്ടരെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു. നിശ്ചയം കഴിഞ്ഞില്ലേ, അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുക. അതിന് ആ നിശ്ചയം മുടങ്ങി.
ആ നിശ്ചയം മുടങ്ങുമോ? എന്തു പറ്റി ഈ ചെറുക്കന്? അത് അവൻ്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതായിരുന്നു, അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഓ, അപ്പം ഈ നിശ്ചയവും മുടങ്ങിയെന്ന് സാരം. എന്നിട്ട് എന്തുണ്ടായി? ബാക്കി കൂടി പറ. വിനീതിനോട് ഗംഗയെ കല്യാണം കഴിക്കാമോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടിരിക്കുക, അവന് സമ്മതക്കുറവൊന്നുമില്ല എന്ന് പറയാ. വിനീതിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനോ? ആരെ? നിന്റെ മോള് ഗംഗയോ എന്ന് ശാരദയോട് ചോദിക്കുക. സുജാതെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന്. അപ്പൊ ശാരദ പറയാണ്, എങ്ങനെ പറയണ്ടെന്ന്? എൻ്റെ മോൻ്റെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ ആരെ അവകാശം തന്നത്? അമ്മായി ആണെന്നും കരുതി അവൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അർഹത നിനക്കുണ്ടോ ശാരദ എന്ന് സുജാത ചോദിക്കാം. അത് എൻ്റെ മോന, ഞാൻ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് വളർത്തിയ എൻ്റെ മകൻ, അവനെ കൊണ്ട് നിന്റെ മകളെപ്പോലെ ഒരുത്തിയെ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് പറയാം. പെട്ടെന്ന് ഗംഗ എങ്ങോട്ട് കടന്നു വരുമോ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ രാജകുമാരി എന്ന് ചോദിക്കാം. 2 തവണയാ ഇവന്റെ കല്യാണം ഇപ്പം മുടങ്ങി പോകുന്നത്. എപ്പോഴും അവൻ്റെ മനസ്സിലെ ഇവക്ക് മാത്രമേ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകൻ ഈ ലോകത്ത് ആരെങ്കിലും ഉള്ളുകൊണ്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവളെയാ. കുഞ്ഞുനാൾ മുതൽ അവനുള്ളതാ ഇവളെന്നുള്ള ചിന്തയിൽ ജീവിച്ചവനാ അവന്. അതുകൊണ്ട് തന്നെ ഇവളെ മറക്കാൻ ഒരു നിമിഷം പോലും എൻ്റെ മകന് പറ്റില്ല. ഇവളെ അവൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും അവനായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യത്തില്ല എന്നും കരുതി അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ സുജാത അതിന് നിന്ന് തരത്തില്ല എന്ന് പറയാണ്. പക്ഷേ നെഞ്ചു തൊട്ട് ഇവക്ക് പറയാൻ പറ്റുമോ ഇവളുടെ മനസ്സിൽ എൻ്റെ മകന് ഒരു സ്ഥാനമുണ്ടെന്ന്? അപ്പം ഗംഗ അവിടെ നിന്ന് കരയാണ് കേട്ടോ. ഇവക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ അവനെ മറന്ന് വേറൊരുത്തനെ കല്യാണം കഴിക്കാൻ ഇവള് പറയത്തായിരുന്നു. അവനെ എത്ര പെട്ടെന്ന് നിങ്ങളെല്ലാവരും കറിവേപ്പില പോലെ എറിഞ്ഞു കളഞ്ഞത്. എൻ്റെ ആങ്ങള അരവിന്ദേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാ ഇവക്ക് വേണ്ടി കൊമ്പത്തെ ആലോചന ഇവിടെ കൊണ്ടുവന്നത്. അരവിന്ദേട്ടൻ മരിച്ചപ്പം ആ ബന്ധം വേണ്ടെന്നും പറഞ്ഞ് ആ ചെറുക്കനും വീട്ടിലും മൂടും തട്ടി അങ്ങോട്ട് പോയി എന്നും കരുതി ഇവളെ എടുത്ത് തലേ വെക്കേണ്ട ഗതികേടൊന്നുമേ എൻ്റെ ചെറുക്കനില്ല എന്ന് പറയാണ്. കാരണം ഇവളുടെ അടി മുതൽ മുടി വരെയും വിഷവാ. ഈ കാണുന്നതൊന്നുമല്ല ഗംഗാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശരിക്കും സ്വാർത്ഥത നിറഞ്ഞ സ്വഭാവമാണ് ഇവളുടെ. ഏത് സമയത്ത് വേണമെങ്കിലും മറ്റുള്ളവരുടെ കഴുത്തറക്കാൻ ഇവക്കൊരു മടിയില്ല. എന്തൊക്കെയാ നീ ഈ പറയുന്നത്? അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ഗംഗ അവിടെ നിന്ന് കരയാണ് കേട്ടോ. ഇതൊക്കെ സുജാത ഈ വിളിച്ചു പറയുന്നത്? ഇത് നിന്റെ ആങ്ങളുടെ കുടുംബമല്ലേ, ആ ബോധം നിനക്കില്ലേ എന്ന് രാധമ്മ ചോദിക്കുക. എനിക്ക് നല്ല ബോധമുണ്ട്. ബോധമൊന്നും ഇല്ലാത്തതേ എൻ്റെ ആങ്ങളയ്ക്കും കുടുംബക്കാർക്കും ആയിരുന്നു. ഒരിക്കൽ എൻ്റെ മകന് യോഗ്യത കുറവാണെന്നും പറഞ്ഞ് അവനെ തഴഞ്ഞുകൊണ്ട് ഇവക്ക് വേണ്ടി കൊമ്പത്തെ ആലോചന കൊണ്ടുവന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞത് എൻ്റെ മകനെ ആശ്വസിപ്പിക്കാൻ ഞാനും എൻ്റെ മകളും ഉണ്ടായിരുന്നുള്ളൂ. അവൻ തകർന്ന് തരിപ്പണമായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ എത്ര ദിവസം ആ കടയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് അറിയാവോ? ഇതൊന്നും നിങ്ങൾക്കറിയേണ്ട കാര്യമില്ല. അപ്പോഴൊക്കെ നിങ്ങളിവിടെ നിങ്ങളുടെ മകളുടെ കല്യാണം ആർഭാടത്തോടെ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പം ഇവളെ കെട്ടാൻ ഒരുത്തരും വരാനില്ല എന്ന് കണ്ടപ്പം നാണമില്ലല്ലോ എൻ്റെ മകന്റെ കാല് പിടിക്കാൻ. ഇവളെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന അവന് ഇവളെ കിട്ടുന്നത് സ്വർഗമാ. പക്ഷെ എനിക്കങ്ങനെയല്ല. ഇവളീ കാണുന്നതൊന്നും അല്ലെന്നേ എനിക്ക് വ്യക്തമായിട്ടറിയാം. അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊരു അവസരം കിട്ടിയാൽ വേണേ ഇവളെ അതും ചെയ്യും. ഇവളുടെ മനസ്സ് മുഴുവനും വിഷവാ എന്ന് സുജാത പറയാണ് കേട്ടോ. അപ്പം ശാരദയാണ് ആകെ തകർന്നു പോവുക. സുജാത ഇങ്ങനൊന്നും പറയാം. പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് സുജാതയുടെ മുന്നിലോട്ട് കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുക. ഞാനാ ഈ കല്യാണം ഉറപ്പിച്ചത്. സുജാതയോട് ഒരു വാക്കുപോലും പറയാതെ ഗംഗയും വിനീതുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തുമെന്ന് ഞാനാ പറഞ്ഞത്. എൻ്റെ നിവൃത്തികേട് കൊണ്ടാ സുജാതെ. ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ 2 തവണ കല്യാണം മുടങ്ങിപ്പോയ ഒരു പെൺകുട്ടിക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന് നിനക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച് കൈ കൂപ്പി നിൽക്കുക. ഞാൻ വേണമെങ്കിൽ നിന്റെ കാലിൽ വീണ് കരയാം. എൻ്റെ മകളുടെ ജീവിതം ഇപ്പം നിന്റെ കൈകളിൽ നീയായിട്ട് അത് തച്ചുടയ്ക്കരുത് എന്ന് പറയാം. അത് കാണുമ്പോഴത്തേക്കും സുജാത പറയും, ഒരിക്കൽ എൻ്റെ മകനു വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിൽ യാചിച്ചുകൊണ്ട് ഞാനും വന്നിരുന്നു. അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാ എന്നോട് പറഞ്ഞത്. ഇപ്പം നീ എൻ്റെ കാലിൽ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ ചെരുപ്പൊടി ഞാൻ നിന്റെ മുഖത്തടിക്കും. അത് ചെയ്യാനും ഈ സുജാത മറക്കില്ല. എൻ്റെ മനസ്സിൽ ഇപ്പം രക്തബന്ധങ്ങളോ ഒന്നുമില്ല. നീയൊക്കെ എന്നോട് ചെയ്തു കൂട്ടിയത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. എൻ്റെ മകനെ കറിവേപ്പില പോലെ വേണ്ടെന്ന് വെച്ചവളാ ഇവള്. ഇവക്ക് അവനോട് ദിവ്യപ്രണയമൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പം കല്യാണം നടക്കാതെ ഗതികെട്ട് നിൽക്കുന്നത് കൊണ്ട് അവൾ തലയും കുനിച്ച് കണ്ണീരോടുകൂടി നിൽക്കുന്നതാ അല്ലെന്ന് അവൾ പറയട്ടെ എന്ന് സുജാത പറയണം. പെട്ടെന്ന് ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് വിനീത് വരിക. എന്നിട്ട് വിനീത് അമ്മായി അമ്മയുടെ കാല് വീഴേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് പതിയെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയോടൊരു വാക്കുപോലും അമ്മായി ചോദിച്ചില്ലായിരിക്കാം. പക്ഷേ ഈ കാര്യത്തിൽ അവസാനമായിട്ടൊരു തീരുമാനം പറയേണ്ടത് ഞാനല്ലേ അമ്മേ? ഇത് എൻ്റെ ജീവിതമല്ലേ?
പക്ഷേ അമ്മ ഒരു കാര്യം ഓർക്കണം, ഇവരോട് ഗംഗയുമായിട്ടുള്ള കല്യാണം ത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് അമ്മയുടെ മോനാ, തന്തയ്ക്ക് പറഞ്ഞ അമ്മയുടെ മോൻ. അതിലമ്മയ്ക്ക് ഒരു സംശയം ഇല്ലല്ലോ. വിനീത, നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ സുജാത, അമ്മയ്ക്ക് എന്നോട് എന്ത് പറയാനുണ്ടെങ്കിലും അതൊക്കെ ഞാൻ കേൾക്കാം, നമ്മുടെ വീട്ടിൽ വെച്ച്, അല്ലാതെ ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അതുപോരെ അമ്മേ, വീട്ടിൽ പോയി പോരെ വിചാരണയൊക്കെ എന്ന് ചോദിക്കുക. അമ്മ പേടിക്കണ്ട, ഇവരെന്നെ ബലമായിട്ട് പിടിച്ച് കെട്ടിക്കാനൊന്നും പോകുന്നില്ല, ഞാനൊരു ആൺകുട്ടിയല്ലേ, ഇവരോട് 2 വാക്ക് സംസാരിച്ചിട്ട് ഞാനങ്ങ് വന്നോളാം, അമ്മയ്ക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്യും എന്ന് സുജാതയോട് പറയാം. അപ്പോൾ സുജാത അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. തൻ്റെ മകൻ തന്നെ എല്ലാവരുടെ മുന്നിൽ തോൽക്കാനായിട്ട് ഒരു അവസരം ഒരുക്കിയല്ലോ എന്നുള്ള ദേഷ്യത്തിൽ ഇതൊക്കെ നേരത്തെ തന്നെ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എന്ന് വിനീത് ശാരദയോട് പറയാം. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരാം, അമ്മയല്ല ലോകത്തേത് ശക്തി വന്നാലും ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടും. പക്ഷേ ഇവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരിക്കണം, അത് എൻ്റെ നിർബന്ധമാണ് എന്ന് വിനീത് പറയാണ് കേട്ടോ. അപ്പോൾ വിനീതിൻ്റെ ആ വാക്കുകൾ കേട്ട് കഴിയുമ്പം അനീത്തിമാർക്കൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാവുകയാണ്. രാധമ്മയും എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുക. അതിനുശേഷം വിനീത അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. എന്തൊക്കെയാണ് ഈശ്വര ഈ നടക്കുന്നത് എന്ന് രാധമ്മ പറയാം. നമ്മുടെ വിനീത ആൺകുട്ടിയാ, സ്വന്തം ഭാര്യയെ നോക്കാൻ അവന് കഴിവുണ്ട്, സ്വന്തം ഭാര്യയെ കണ്ണ് നനയാതെ നോക്കാൻ അറിയുന്ന ആൺകുട്ടി. നീ ഭാഗ്യമുള്ളവളാ മോളെ, അവൻ നിന്നെ ഒരിക്കലും കരയ്ക്കാതെ നോക്കിക്കോ, നിനക്ക് നല്ലൊരു ജീവിതമേ അവൻ്റെ കൂടെ ഉണ്ടാകുള്ളൂ എന്ന് രാധമ്മ പറയാണ് കേട്ടോ. പക്ഷേ ഇതിലൊന്നും മറുപടി പറയാതെ നമ്മുടെ ഗംഗ നിൽക്കുകയാണേ. ഇതേസമയം വിനീത് നേരെ കടയിലോട്ടാണ് പോകുന്നത്. ഗംഗയ്ക്ക് വേണ്ടി തയ്ച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് വിനീത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗംഗയുമൊത്തുള്ള സന്തോഷമുള്ളൊരു ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിലാണ് നമ്മുടെ വിനീത്. ഗംഗയുമൊത്ത് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതും അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോവാണ് കേട്ടോ നമ്മുടെ വിനീത്. വിനീതിനെ സംബന്ധിച്ച് ഇത് അവൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. വിനീത് ലോകത്തിലാകെപ്പാടെ ഒരുപാട് ആഗ്രഹിച്ച കാര്യം അത് ഗംഗയാണ്. അതാണ് തനിക്ക് കിട്ടാൻ പോകുന്നത്. ആ സന്തോഷത്തിലാണേ. അങ്ങനെ സ്വപ്ന ലോകത്ത് നിൽക്കുന്ന വിനീതിനെ ഞെട്ടിച്ചുകൊണ്ട് നിവിൻ അങ്ങോട്ട് വരിക. എന്നിട്ട് തട്ടി വിളിക്കുക, എടാ അളിയാ, ഒന്ന് ഇറങ്ങി വാ ഈ ഭൂമിയിലേക്ക്, ഇവിടെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്, സ്വപ്നലോകത്തങ്ങ് പറന്നു പോവാ. ഇതാരാ ബ്രോ ഈ ദേഹത്ത്? അത് ഞാൻ ഗംഗയ്ക്ക് വേണ്ടി തയ്ച്ചതാ. ആർക്ക് വേണ്ടി? ഗംഗയ്ക്ക് വേണ്ടിയോ? ഓ കൊച്ചു കള്ളാ, അതിൻ്റെ ഹാങ് ഓവറില്ല ഈ മൈക്കോ സ്വപ്നമൊക്കെ. ആളീ ലോകത്തൊന്നും അല്ലല്ലേ എന്ന് നിവിൻ അപ്പം ചോദിക്കുക. ഞാൻ ആലോചിക്കുമായിരുന്നു നിവിൻ, എൻ്റെ ഗംഗ അവൾ എന്തുമാത്രം സഹിച്ചു കാണുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അയാളുടെ ഹൃദയത്തിൽ നിന്ന് ആ വേദനയും സങ്കടമൊക്കെ ഒപ്പിയെടുത്ത് കളയണം. ഈ പുഷ്പവാടിയിൽ ആരും കൊതിച്ചിട്ടില്ലാത്ത പോലെ ഒരു ജീവിതം കൊടുക്കണം എൻ്റെ ഗംഗയ്ക്ക്. അത് കണ്ട് ഈ പുഷ്പവാടി മുഴുവനും കൊതിക്കണം. എന്നിട്ട് അതിൻ്റെ ആദ്യ പടിയായിട്ട് അവൾക്കൊരു കല്യാണപ്പുടവ എടുക്കണം അളിയ എന്ന് പറയാം. ഈ പുഷ്പവാടിയിൽ ഇന്ന് വരെ ആരും ചുറ്റാറ്റത്ര ഭംഗിയും പകിട്ടും വിലയും ഒക്കെയുള്ള ഒരു കല്യാണപ്പുടവ നമുക്കെടുക്കാം. അതിനിപ്പം എന്താ ചെയ്യുക എന്ന് നിവിനോട് വിനീത് ചോദിക്കുക. അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? ഗംഗയും കൂട്ടിപ്പോയി പുടവ എടുക്കണം, ഗംഗയ്ക്ക് ഇഷ്ടപ്പെട്ട പുടവ. അതിപ്പം അയാൾ എൻ്റെ കൂടെ വരുമോ എന്ന് വിനീത് വീണ്ടും പറയാം. എടാ കല്യാണം നടക്കാൻ പോവല്ലേ, ഇനിയിപ്പോൾ പുടവ എടുക്കാൻ കൂടെ വന്നാൽ എന്താ കുഴപ്പം? അവൾ വന്നില്ലെങ്കിലോ? എടാ ആള് വന്നില്ലെങ്കിലേ ആളുടെ അനിയത്തെയും കൂട്ടിപ്പോണം. അനിയത്തിയെയോ എന്ന് വിനീത് അപ്പം ചോദിക്കുക. എടാ ഗംഗയുടെ തൊട്ടിളയ ഒരാളുണ്ടല്ലോ, ഈ പേര് മറന്ന് ഞാൻ പോയാലോ, കാവേരി. നിനക്ക് അവളുടെ പേര് മറന്നു പോയോ? കാവേരി. ആ കുട്ടിയാണെങ്കിലും മതിയിടാ എന്ന് നിവിനപ്പം പറയാം. ഗംഗ വന്നില്ലെങ്കിലും ഗംഗയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയുന്ന ഒരാളുണ്ടല്ലോ കൂടെ. ഇവിടെ അടുത്തെവിടെയല്ല, ഒരുപാട് ദൂരെയുള്ളൊരു പട്ടണത്തിൽ നിന്ന്. അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിനക്കറിയായിരിക്കുമല്ലോ. ഞങ്ങളുടെ കല്യാണപ്പുടവ എടുക്കണമെന്നായിരുന്നു എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം. നിനക്കറിയില്ലേ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇതിപ്പോൾ എവിടെ നിന്ന് എടുക്കണമെന്നാ എനിക്കൊരു സ്ഥലം പറഞ്ഞതാടാ. എടാ ഈ ഭൂഗോളത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പുടവ എടുക്കാം, ഞാനുണ്ടടാ നിൻ്റെ കൂടെ എന്ന് നിവിന് ഉറപ്പ് നൽകുകയാണ്. നിനക്ക് എവിടെ വേണേലും പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം, എന്നിട്ട് നീ ആഗ്രഹിച്ച പോലെ ഒരു പുടവ എടുക്കാം. ബ്രോയുടെ ഈ സ്വപ്നത്തിൻ്റെ ഒരു ഷെയറെ ഞാനും കൂടി അങ്ങ് എടുക്കുക. അപ്പം വീണ്ടും വിനീത് സ്വപ്നലോകത്തേക്ക് പോവാം. എൻ്റെ വക വണ്ടിയും പെട്രോളും ഫ്രീ പോരെ എന്ന് ചോദിക്കുക. താങ്ക്സ് എടാ, താങ്ക്സ് ബ്രോ എന്നപ്പം വിനീതും പറയാണ് കേട്ടോ. വിനീത് ഒരുപാട് സന്തോഷത്തിലാണ്. ഇതേ സമയം നമ്മുടെ രാധമ്മയാണെങ്കിൽ ഒരു കഥയൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നോക്കിക്കോ, അവൻ
അവളോട് പോയി പണി നോക്കാൻ പറയും എന്നൊക്കെ ഇരുന്ന് സ്വയം പറയാം. അപ്പോൾ പെട്ടെന്ന് ഗംഗ അടുത്ത് തയ്ച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്തുവാടി പിടിച്ചില്ല എൻ്റെ സംസാരമൊന്നും, വർത്താനമൊന്നും കേൾക്കാൻ പാടില്ലെങ്കിൽ നീ നിൻ്റെ റൂമിൽ പോയിരുന്ന് തയ്ക്ക് എന്ന് പറയാം. ഫാൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇച്ചിരി കാറ്റ് കിട്ടാനല്ലേ അച്ഛമ്മേ ഞാൻ മെഷീൻ എടുത്ത് ഇങ്ങോട്ട് വന്നത്. എന്നാൽ മര്യാദയ്ക്കിരുന്ന് തയ്ച്ചോ, ഇങ്ങോട്ട് നോക്കണ്ട, എൻ്റെ സംസാരമൊന്നും നീ കേൾക്കുകയും വേണ്ട. ആരോ വിളിച്ച പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് കാവേരി അങ്ങോട്ട് പറയാം. ഓ, ഈ അച്ഛമ്മയുടെ ചിലപ്പ് കാരണേ ബുൾഡോസർ വന്നാലും ഒന്നും കേൾക്കാൻ പറ്റില്ല. കഥ വായിക്കുകയല്ല, ഓളിയത്തിലെ എല്ലാവരും ശല്യം ചെയ്തുകൊണ്ട് എന്തൊക്കെയോ പറയാം. ആണെങ്കിൽ കണക്കായിപ്പോയി. നിന്നോട് ആര് പറഞ്ഞു ഈ മിഷീനും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ? ദേ ശരിക്കും എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് കേട്ടോ, എനിക്കങ്ങോട്ട് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പം കാവേരി പോവാ. നമ്മുടെ വിനീതാണ് കേട്ടോ. ആ, വിനീതേട്ടനായിരുന്നോ വന്നേ? ഇതെന്ത് പറ്റി ഇവിടെ ആലോചിച്ച് നിൽക്കുന്നേ എന്ന് അടുത്ത് വന്ന് ചോദിക്കാം. ഇങ്ങോട്ട് തന്നെയല്ലേ വന്നേ? പിന്നെന്താ ഇവിടെ തന്നെ നിന്നേ അകത്തേക്ക് കയറാതെ എന്ന് ചോദിക്കാം. ഈ പ്രായത്തിൽ വല്ല രാമായണം വായിച്ചിരുന്നു ഇവിടെ അച്ഛമ്മേ എന്ന് ഗംഗ അച്ഛമ്മയോട് ചോദിക്കാം. എടി നിനക്കേ രാമായണത്തിൻ്റെ കഥ അറിയോ? നല്ല ഭംഗിയായിട്ട് എനിക്കറിയാം. ഇതിൻ്റെയോ എന്നപ്പം വീക്കിലി കാണിച്ചുകൊണ്ട് പറയാം. എനിക്കൊന്നും അറിയില്ല. എങ്കിലേ ഈ രാധമ്മയ്ക്ക് ഈ രണ്ടിൻ്റെയും കഥ അറിയാം. ഇതുപോലെ അതുകൊണ്ടാണ് നിന്നെപ്പോലുള്ള പെൺകുട്ടികളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ഒരു ഗസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞ് കാവേരി അപ്പം അങ്ങോട്ട് വരിക. ഗസ്റ്റോ? ആരാ ഇവിടെ ഇപ്പോൾ ഗസ്റ്റ് വരാൻ എന്ന് രാധമ്മ ചോദിക്കുക. ഇങ്ങോട്ട് വാ വിനീതേട്ടാ എന്നും പറഞ്ഞ് കാവേരി വിനീതിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. വിനീതിനെ കാണുമ്പം ഗംഗയാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, അതിങ്ങനെ ഇരിക്കുവാണേ. നീയാണോ പുറത്തുനിന്ന് വിളിച്ചു എന്ന് പറഞ്ഞത്? നീ എന്താ ഇങ്ങനെ? നിനക്കിവിടെ വരാൻ അനുവാദം ചോദിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോടാ വിനീതേ? മരുമകനല്ലല്ലോ അച്ഛമ്മേ, മണവാളനല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നാണം കുണുങ്ങി നിൽക്കുന്നതാ വിനീതേട്ടൻ എന്ന് കാവേരി പറയും. ഞാൻ ചായ എടുത്തിട്ട് വരാം മോനെ എന്ന് ശാരദ പറയും. വേണ്ടമ്മായി, ഞാൻ കുടിച്ചതാ. പറ്റില്ല, മരുമകനല്ലല്ലോ. ഇപ്പം ശരിക്കും മരുമകനായിട്ടുണ്ടല്ലോ. അതായത് മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ. ഇനിയിപ്പോൾ വിനീതേട്ടൻ ഇവിടെ കിട്ടുന്ന പരിഗണനകളൊക്കെ പതിയെ കൂടും. കണ്ടോ എന്ന് പറയൂട്ടോ കാവേരി. എടോ വിനീതേ, നിൻ്റെ ഈ പെണ്ണിന് 2 അടിയുടെ കുറവുണ്ട് കേട്ടോ എന്ന് രാധമ്മ ഗംഗയെ ചൂട്ടിക്കൊണ്ട് പറയേ. എന്തു പറ്റി രാധമ്മേ, എന്താ പ്രശ്നം? എടാ അവൾക്ക് ഈ പുസ്തകങ്ങളോടൊക്കെ ഭയങ്കര പുച്ഛം. ഈ പുസ്തകങ്ങൾ വായിച്ചാലേ അവൾക്ക് ലോകവിവരം ഉണ്ടാകുമെന്ന് അവളോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കുക രാധമ്മേ എന്നപ്പോൾ പറയണം കേട്ടോ. ഗംഗ ഇതിനൊന്നും താല്പര്യമില്ലാത്ത പോലെ തയ്ച്ചുകൊണ്ടിരിക്കുക. അച്ഛമ്മേ ആ ബുക്കിങ് തന്നേ എന്ന് പറഞ്ഞ് കാവേരി അത് മേടിച്ച് നോക്കിക്കേ എന്ന് വിനീതേട്ടനെ കാണിക്കുക. വിനീതേട്ടൻ വായിച്ചതല്ലേ ഈ ബുക്ക്? പിന്നെ 2-3 തവണ ഞാൻ വായിച്ചതാ എന്ന് പറയാം. ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് പറഞ്ഞേ എന്ന് കാവേരി ചോദിക്കും. അത് ഈ പേരല്ലേ? ഇത് മറ്റേ എന്നും പറഞ്ഞ് വീണ്ടും തപ്പി തടയുക. കാവേരിക്ക് അറിയില്ല. എനിക്കറിയില്ല, ഇത് മറ്റേ എന്നും പറഞ്ഞ് തപ്പി തടയാണ് കേട്ടോ. നിങ്ങളുടെ മുത്തശ്ശനാ എന്നെ ഈ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തിയത്. ഒരു നല്ല ഭർത്താവ് ഒരു പുസ്തകപ്രേമി കൂടി ആയിരിക്കണം എന്ന് മുത്തശ്ശൻ എപ്പോഴും പറയും. എന്തുവാടി ഇത് എന്നപ്പോൾ കാവേരിയോട് നമ്മുടെ വിനീത് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, ഇതെന്താ ഗംഗ ഈ തയ്ക്കുന്നത്? അപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മെഷീനിൽ എന്തോ പറ്റും, നിന്നു പോകട്ടോ. എന്തു പറ്റും ഗംഗെ, ഞാൻ നോക്കണോ എന്ന് ചോദിച്ചാൽ വിനീത് അടുത്തോട്ട് വരുവാണ് കേട്ടോ. ഞാൻ സഹായിക്കാം. വേണ്ട, ഞാൻ ചെയ്തോളാം എന്നും ഗംഗ പറയും. അല്ല, കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് വിനീത് ആ മെഷീൻ വന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗയും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഗംഗയുടെ അടുത്തുള്ള ഓരോ നിമിഷവും വിനീത് അത്രയേറെ താല്പര്യത്തോടു കൂടിയാണ് കേട്ടോ ചിലവഴിക്കുന്നത്. അപ്പോൾ 2 പേരും പതിയെ കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ മിഷന് വന്ന കംപ്ലൈൻ്റൊക്കെ നമ്മുടെ വിനീത് പുഷ്പം പോലെ റെഡിയാക്കി കൊടുക്കുക. ഇപ്പം നോക്കിക്കേ എന്ന് ചോദിക്കുക. ഇപ്പം ശരിയായില്ലേ എന്ന് ചോദിക്കുക. ഇതേ സമയം ഗംഗയുടെ മനസ്സിലേക്ക് വരുന്നത് അച്ഛനോട് വിനീതിനെ പറ്റി പറഞ്ഞപ്പം താൻ പറഞ്ഞ വാക്കുകളാണ്. വിനീതേട്ടൻ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്താ അച്ഛൻ സംസാരിക്കുക? മിഷ്യൻ്റെയും തയ്യലിൻ്റെയും കാര്യമല്ലാതെ വേറൊന്നും ഉണ്ടാകില്ല ഞങ്ങളുടെ സംസാരത്തിന് വിഷയം എന്ന് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ ഗംഗയുടെ മനസ്സിലേക്ക് വരുന്നത്. അതേ കാര്യങ്ങൾ തന്നെ നടക്കുന്നത്. ഇത് സംസാരിച്ചത് മുഴുവനും ഗംഗയുടെ മിഷനെ പറ്റിയും തയ്യലിനെ പറ്റിയും തന്നെയാണ് കേട്ടോ. അപ്പം മിഷൻ ശരിയായി കാണുമ്പം രാധമ്മ പറയും, കണ്ടോ എൻ്റെ കൊച്ചുമോൻ്റെ മിടുക്ക് എന്ന് ചോദിക്കുക. ഓ, അച്ഛമ്മ വേറൊരു കാര്യം കൂടി സമ്മതിച്ച് തരണം. ഒരു നല്ല ഭർത്താവാകാൻ പുസ്തകപ്രേമി ആവുകയല്ല, പെണ്ണിൻ്റെ മനസ്സറിയുകയാണ് പ്രധാനമെന്ന്. അതും കൂടി അച്ഛമ്മ പഠിക്കേണ്ടതായിരുന്നു മുത്തശ്ശനിൽ നിന്ന് എന്ന് പറയൂട്ടോ. പെട്ടെന്ന് ശാരദ ചായ എടുത്ത് അങ്ങോട്ട് വരിക. ഇതാ മോനെ ചായ എന്ന് പറയാണ് കേട്ടോ. അപ്പം വിനീത് ആ ചായയൊക്കെ മേടിച്ച് കുടിക്കുവാണേ. ഗംഗ വീണ്ടും തൻ്റെ തയ്യൽ തുടരും. ഞാനേ ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. എന്താ മോനെ, എന്താ കാര്യം? ഞാൻ വന്നത് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറയാനായിട്ടാ. സുജാത എന്താ പറയുന്നേ? അമ്മയുടെ കാര്യം ശരിയാകാൻ കുറച്ചുകൂടി സമയമെടുക്കും, അത് വിട്ടേരെ എന്ന് വിനീത് അപ്പം പറയൂട്ടോ. ഗംഗയ്ക്ക് കല്യാണപ്പുടവ എടുക്കാൻ നമ്മളെല്ലാവരും കൂടി പോകുന്ന കാര്യം പറയാനാ. മാത്രമല്ല
എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വേണ്ടേ കല്യാണത്തിന് ഇടാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കല്യാണപ്പുടവ വേണമെങ്കിൽ അവൾ ഉടുക്കാത്ത 2-3 നല്ല സാരികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് വേണ്ടമ്മായി എന്ന് വിനീത് പറയും. ഇത് ഞാൻ എടുക്കാം എന്ന് പറയാം. അവൻ്റെ പെണ്ണിന് ഒരു കല്യാണപ്പുടവ മേടിച്ചു കൊടുക്കുന്നതിന് നീ എന്തിനാ ശാരദ തടയുന്നേ എന്ന് രാധമ്മ ചോദിക്കുക. അതൊരാണിൻ്റെ അവകാശമല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഉള്ളതാ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, കാശ് അധികം ചിലവായി പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ശാരദ പറയും. കാശൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കെല്ലാവർക്കും പോകാൻ ഒരു സമയം, എല്ലാവർക്കും പറ്റിയൊരു സമയം ഫിക്സ് ചെയ്താൽ മതി. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും കൂടി പോകുന്ന എന്തിനാ, ഗംഗയും കാവേരിയും കൂടി പോയാൽ പോരെ എന്ന് ശാരദ പറയാം. പെട്ടെന്ന് നീളക്കുട്ടി അങ്ങോട്ട് വരിക. അങ്ങനെ പറയാൻ വരട്ടെ, ഞാനും ഉണ്ട്. എൻ്റെ ഗംഗേച്ചിയുടെയും വിനീതേട്ടൻ്റെയും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ ഞാൻ എന്തായാലും പോകും. ഈ കറക്റ്റ് സമയത്ത് നീ ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിനീത്. അവളുടെ കാര്യം അങ്ങനെയാ. ഭക്ഷണമായാലും യാത്രയായാലും 7 കിലോമീറ്റർ ദൂരത്തു നിന്നാണെങ്കിൽ പോലും അവൾ അറിയും. എനിക്ക് പട്ടുപാവടയും ജാക്കറ്റും വേണം കേട്ടോ വിനീതേട്ട എന്ന് പറയാം. എടി പെണ്ണെ മിണ്ടാതിരുന്നോ, അതൊന്നും വേണ്ട എന്ന് ശാരദ വഴക്ക് പറയും. വിനീതേട്ട പ്ലീസ് വിനീതേട്ട നമുക്ക് ശരിയാക്കാന്നേ എന്ന് അപ്പം നിളയോട് വിനീത് പറയൂട്ടോ. ഗംഗ ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എങ്ങോട്ടാ പോവണ്ടേന്ന് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. അപ്പം ഗംഗ പറയും, എനിക്ക് വരാൻ പറ്റില്ല, തയ്ക്കാനുണ്ട് എന്ന് പറയാം. ഇവിടെ പുഷ്പവാടിയിലല്ല, നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം, കാഞ്ചീപുരത്ത് പോകണമെങ്കിൽ പോകാം, ചിലവൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വിനീത് പറയും. വെറുതെ പറഞ്ഞതല്ല, കല്യാണത്തിന് മുൻപ് തയ്ച്ചു തീർക്കാൻ ഒരുപാടുണ്ട്, കാവേരി നിളയും വന്നോളും എന്ന് ഗംഗ പറയും കേട്ടോ. അപ്പോൾ ഗംഗയുടെ സംസാരം കേൾക്കുമ്പോൾ വിനീതിന് ഒത്തിരി സങ്കടം വരുന്നുണ്ട്. ഗംഗ തൻ്റെ വഴിക്ക് വരാൻ ഇനിയും കുറേ അധികം സമയം എടുക്കുമെന്ന് വിനീതിന് ബോധ്യപ്പെടുക. വിനീതിന് സമയം യമുനയാണ് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശാലും കൂടി വന്നിട്ട് പോകാൻ വേണ്ടി വിശാലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ആ വഴി വിശാൽ വരിക. എന്താ വിശാൽ, എന്താ ഇങ്ങനെയൊക്കെ നീ പ്രവർത്തിക്കുന്നത്, നിന്നെ നോക്കി എത്ര സമയമായി ഞാനിവിടെ നിൽക്കുന്നു, അതിന് ഞാനെന്ത് വേണം എന്ന് വിശാൽ അപ്പം ചോദിക്കുക. നിനക്കിത് എന്തു പറ്റി, ഇത്രയും കാലം നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നെ കാണാനായിട്ടാണ് നീ കോളേജിൽ പോലും വരുന്നതെന്ന്, എന്നിട്ടിപ്പം ഞാൻ ക്ലാസ്സിൽ കയറിയാൽ നീ ക്ലാസ്സിൽ കയറാതിരിക്കുക, എന്നെ കാണാൻ കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നടക്കുക, എന്താ വിശാൽ, എന്താ ഇതിനൊക്കെ അർത്ഥം, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിക്കുക. നീ മാത്രമല്ല നിന്റെ കുടുംബം മുഴുവനും തെറ്റ് ചെയ്തേ. തെറ്റോ, എന്ത് തെറ്റ്? എൻ്റെ അച്ഛൻ നിന്റെ ചേച്ചിക്ക് ഒരു ആലോചന കൊണ്ടുവന്നപ്പം നീയും നിന്റെ കുടുംബവും എൻ്റെ അച്ഛനെ അപമാനിച്ചു വിട്ടു, അതൊന്നും ഞാൻ മറക്കത്തില്ലടി. ആ ആലോചന സംഘടിപ്പിച്ചുകൊണ്ട് വരാനേ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അച്ഛൻ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്നറിയാവോ. ഇവിടെ പുഷ്പവാടിയിൽ അന്വേഷിച്ച ഭയങ്കര സപ്പോർട്ടാണല്ലോ നിന്റെ ഗംഗേച്ചിക്ക്. ഹോം സ്റ്റേ എന്ന പേരിട്ടിട്ട് ഒരു വെബ് സീരീസ് ഉണ്ടാക്കേണ്ട കഥയുണ്ടാക്കിയിട്ടുണ്ട് ഈ നാട്ടുകാർ മുഴുവനും. അടുക്കി പെറുക്കി വെച്ചാൽ ഒരു 4-5 സീസണുകൾ കിട്ടും. അതിനുള്ളതുണ്ടല്ലോ, അതൊക്കെ വെട്ടിമാറ്റിയിട്ട് വേണം അരവിന്ദൻ അങ്കിളുടെ വീട്ടിലേക്ക് ചെറുക്കനെ കൊണ്ടുവരാൻ. അതുവല്ലോ നിനക്കറിയാവോ. എന്നിട്ടേ അച്ഛൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ചെറുക്കനെ കൊണ്ടുവന്നപ്പോൾ അവളുമാരുടെ ഒരു അഹങ്കാരം. എടി എടി എടി, എന്ത് കണ്ടിട്ടാടി നിൻ്റെയൊക്കെ ഈ അഹങ്കാരം. മങ്കോമ്പ് കുടുംബക്കാരുടെ മുന്നേ നിൽക്കേണ്ട യോഗ്യതയുണ്ടോടി നിനക്കൊക്കെ. യു ലൂസേഴ്സ്. എന്നിട്ട് നിന്ന് അഹങ്കരിക്കുന്ന കണ്ടില്ലേ. അവർക്ക് സ്വത്ത് എത്രയുണ്ടെന്ന് അറിയുമോ, ബാങ്ക് ഡെപ്പോസിറ്റ് എത്രയുണ്ടെന്ന് അറിയുമോ, എത്ര ഫിഷിംഗ് ബോട്ടും അതിൽ എത്ര തൊഴിലാളികളും ഉണ്ടെന്ന് നിനക്കറിയുമോ. അതൊന്നും എനിക്കറിയില്ല വിശാൽ എന്ന് യമുന പറയും. പക്ഷെ 1-2 കാര്യങ്ങൾ എനിക്കറിയാം. ആ ചെക്കൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്നും ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും എനിക്കറിയാം. എടി, അതിന് എന്താടി ഇത്ര കുഴപ്പം? കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിച്ചവരെല്ലാവരും സൂയിസൈഡ് പോയിന്റിൽ പോയി ആത്മഹത്യ ചെയ്യുമോ? പിന്നെ അവരാരും കല്യാണം കഴിക്കില്ല? ഓ, അപ്പോഴും സ്വന്തം അച്ഛൻ്റെ ഭാഗത്തെ തെറ്റ് എന്താണെന്നങ്ങ് വിശാൽ ചിന്തിക്കുന്നില്ല അല്ലേ? തെറ്റോ? അപ്പം കൈ ഒടിച്ചോണ്ടാ പറയുന്നത് എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്യാനോ? എൻ്റെ അച്ഛൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, എൻ്റെ അച്ഛനെ അത്ര നല്ലവനാ എന്ന് പറയും. വിശാലിൻ്റെ അച്ഛൻ തെറ്റ് ചെയ്യില്ലേ എന്ന് വീണ്ടും ചോദിക്കാം. എൻ്റെ അച്ഛൻ എന്ത് ചെയ്താലും അത് നല്ലതിന് വേണ്ടി ആടി എന്ന് വിശാൽ പറയാം. ശരി, സമ്മതിച്ചു, വിശാലിൻ്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്യില്ല. വിശാലിനും ഉണ്ടല്ലോ ഒരു പെങ്ങള്. രാഗിണി ചേച്ചിക്ക് വേണ്ടി വിശാലിൻ്റെ അച്ഛൻ ഇങ്ങനൊരു ആലോചന കൊണ്ടുവന്നാലോ? യമുനെ, നിനക്ക് എന്നോട് പ്രേമോ മാങ്ങാത്തൊലിയോ ഒക്കെ ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ഇപ്പം നിന്റെ കുടുംബത്തെപ്പറ്റി ഞാൻ പറയുമ്പോൾ നീ എൻ്റെ കുടുംബത്തേക്ക് ഇടിച്ചു കയറി പറയേണ്ട ഒരു കാര്യമില്ല. നീ എൻ്റെ ഒപ്പമാണെങ്കിൽ നീ എൻ്റെ കുടുംബത്തോടൊപ്പമല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുക. വിശാലിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിർത്തടി എന്നും പറഞ്ഞ് വിശാൽ യമുനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചുറ്റുവട്ടത്ത് നിന്ന് എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. നിന്റെ ഈ വൃത്തികെട്ട നാക്ക് വരുത്തി ഞാൻ പുറത്തിടും, എൻ്റെ അച്ഛനോ എൻ്റെ കുടുംബത്തെയോ വല്ലതും പറഞ്ഞ പോ, മാറടി എൻ്റെ മുന്നിൽ നിന്ന് പറയൂട്ടോ.
യമുനയാണെങ്കിൽ നമ്മുടെ വിശാലിനോട് ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ ആരുടെ കൂടെയായിരിക്കും നിൽക്കുക? അതിനൊരു മറുപടിയുടെ പോലും ആവശ്യമില്ലല്ലോ യമുന മോളെ, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ, എനിക്കെൻ്റെ അച്ഛനും പെങ്ങളും അമ്മയും കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് ആരും ഉള്ളൂ എന്ന് മറുപടി പറയണം കേട്ടോ. അപ്പം യമുനയ്ക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണേ. ഇതേ സമയത്ത് നമ്മുടെ ശാരദ സ്നേഹതീരത്ത് നിലയുടെ മുടിയൊക്കെ കോതി വൃത്തിയാക്കി കൊടുക്കുക. അപ്പം കാവേരി അങ്ങോട്ട് വരിക. ദേ ഇവള് വിനീതനെ കൊണ്ട് ഒരുപാട് കാശ് ചിലവാക്കാതെ നോക്കണേ നീ എന്ന് പറയാം. എന്തായാലും ഗംഗേച്ചിയുടെ കല്യാണത്തിന് പട്ടുപാവടയും ജാക്കറ്റും എനിക്ക് വേണം. ദേ വിനീതേട്ടൻ ഒരു കല്യാണം നടത്താനുള്ളതാ, വിനീതേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശൊന്നും നീ ചിലവാക്കിക്കരുത്, തൽക്കാലം ഗംഗേച്ചിക്ക് മാത്രം എടുക്കട്ടെ എന്ന് ശാരദ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതും ഗംഗേച്ചിക്കുള്ളതാണെന്ന് അങ്ങ് കരുതിയാൽ മതി. അപ്പം കാവേരി പറയും, അമ്മേ ഇതുപോലൊരു സാധനത്തിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറയാം? ഒരു പട്ടുപാടൻ ജാക്കറ്റും ചിക്കൻ ബിരിയാണിയും ഷാർജ ഷേക്കും മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അത് ഇത്ര വലിയ കുറ്റമാണോ? ആഹാ, ലിസ്റ്റിൻ്റെ നീളം കൂടിക്കൂടി വരുവാണല്ലോ എന്ന് കാവേരി പറയാം. അത് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കുന്നത് കൊണ്ടല്ലേ, ഒരു കല്യാണം ആകുമ്പോൾ ഒരു ഇച്ചിരി ചിലവൊക്കെ ഉണ്ടാവും. ഇവളെപ്പോലുള്ള അനിയത്തിമാരെ പേടിച്ചിട്ടാ ഇപ്പോഴുള്ള മിക്കവാറും പെൺകുട്ടികൾ ഒളിച്ചോടി പോകുന്നത്. അനീത്തിക്ക് ചേച്ചി ഒരു ഐഡിയ പറഞ്ഞു തരാം. ഗംഗേച്ചിയുടെ കല്യാണ പുടവ എടുക്കാൻ ഞാൻ മാത്രം പോയാൽ പോരെ? എന്തിനാ ഈ നരുന്നതിനെ ഒപ്പം അയക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ഇവക്ക് എന്തറിയാം കല്യാണ ഡ്രസ്സിനെ കുറിച്ച് എന്ന് കാവേരി അപ്പം ചോദിക്കുക. ഇവളെ കൊണ്ടുപോകാതിരുന്ന അത്രയും ലാഭം, അല്ലെങ്കിൽ ആ വിനീതേട്ടനെ മുടിപ്പിക്കും. നിവിൻ ചേട്ടൻ്റെ വണ്ടിയിലല്ലേ പോകുന്നേ, ചേച്ചിക്ക് 10 പൈസയുടെ മുടക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാ എന്നെ കൊണ്ടുപോകാതെ ഇരുന്ന ലാഭം എന്ന് നീള ചോദിക്കുക. എന്നാലും നീ വരണ്ട, അത് തന്നെയാ ഗംഭീര ഐഡിയ. ദേ ശാരദേ, വിനീതും നിവിനും വന്നിട്ടുണ്ട് എന്ന് രാധമ്മ വിളിച്ചു പറയാം. ഞാൻ പോവാണേ, ചേച്ചിയുടെ ഐഡിയ അത്ര നല്ലതൊന്നുമല്ല, ഞാൻ ഒരുങ്ങി സുന്ദരിയായി ഇരിക്കുന്നത് തന്നെ പോകാൻ വേണ്ടിയാ, ഇനി നമുക്ക് സിറ്റിയിൽ വെച്ചിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് നീള ആദ്യം തന്നെ അവരുടെ അടുത്തേക്ക് ഓടിപ്പോവാണ് കേട്ടോ. പെട്ടെന്ന് ശാരദ പറയും, എടി ഒരു ചെറിയ പിടി വേണേ. ശരി അമ്മേ, ഞാൻ അവളെ നോക്കിക്കോളാം, പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കാവേരി പോകാനായിട്ട് തുടങ്ങാം. അപ്പം ശാരദ അവിടെ നില്ല എന്നും പറഞ്ഞ് കുറച്ച് കാശെടുത്ത് കൊടുക്കുക. ഇതേ കൈ വെച്ചോ, ഗംഗയുടെ കല്യാണത്തിനായി ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാ എന്ന് പറയൂട്ടോ. നിങ്ങളുടെ അച്ഛനെ പോലെ തന്നെയാ വിനീതും, വലിയ അഭിമാനിയാ. അവൻ നമ്മുടെ കയ്യിലെ കാശൊന്നും മേടിക്കില്ല, സ്വന്തം കയ്യിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പോലും അത് ആരെ അറിയിക്കില്ല. അതുകൊണ്ട് അത് അറിഞ്ഞ് മനസ്സിലാക്കി നീ ഇത് അവന് കൊടുക്കണം, അവൻ മേടിച്ചില്ലെങ്കിലും നിർബന്ധിച്ച് അവൻ്റെ കൈ കൊടുക്കണം, മനസ്സിലായോ പറഞ്ഞത് എന്ന് ചോദിക്കാണ് കേട്ടോ. ഇങ്ങനൊന്നും ആയിരുന്നില്ല നമ്മുടെ ഗംഗമ്മളുടെ കല്യാണം നിൻ്റെ അച്ഛൻ്റെയും എൻ്റെയും മനസ്സിൽ എന്ന് പറയാം. അരവിന്ദേട്ടൻ്റെ മനസ്സിൽ ആർഭാടപൂർവ്വം ഈ പുഷ്പവാടി ഒന്നാകെ അറിയിച്ചിട്ടുള്ളൊരു കല്യാണം അങ്ങനെയായിരുന്നു നടത്താൻ ആഗ്രഹിച്ചിരുന്നതെന്ന്. അമ്മ സങ്കടപ്പെടല്ലേ അമ്മേ, നമ്മുടെ ഗംഗേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായാൽ പോരെ എന്ന് അപ്പം കാവേരി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ സിറ്റിയിലുള്ള കടയിൽ തന്നെ കല്യാണ ഡ്രസ്സ് എടുക്കാനായിട്ട് ചെല്ലുവാണേ. അവിടെ ചെന്ന് ഡ്രസ്സുകളെല്ലാം നോക്കുക. അപ്പോൾ ഒരു സാരി കാണുമ്പം വിനീത് ചോദിക്കും, ഈ സാരി കൊള്ളാലേ, എനിക്ക് നല്ല മാച്ചായിരിക്കും, അപ്പോൾ വേറൊരു സാരി കാണുവേ, ആ സാരി കാണിക്കാവോ എന്ന് പറഞ്ഞ് മറ്റൊരു സാരി എടുത്ത് കാണിക്കാനായിട്ട് വിനീത് പറയാണ് കേട്ടോ. ഈ സാരിയാണോ സാർ എന്ന് അപ്പോൾ ആ സെയിൽസ് ഗേൾ എടുത്ത് നിവർത്തി കാണിക്കുകയാണ് കേട്ടോ. അതല്ല, അതിൻ്റെ താഴത്തെ സാരി, അത് തന്നെ എന്നും പറഞ്ഞ് മറ്റൊരു സാരി അവരെടുത്ത് നിവർത്തി നോക്കിപ്പിക്കുവാണേ. ഇതെങ്ങനെയുണ്ട്, ഇത് നല്ല സാരിയാലേ എന്ന് പറയാം. അപ്പോൾ കാവേരി പറയും, അടിപൊളിയായിട്ടുണ്ട്, ഇതും കൊള്ളാം വിനീതേട്ട എന്ന് പറയാണ് കേട്ടോ. ഗംഗയുടെ കളറിന് മാച്ചാവുമല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കുക. നന്നായിരിക്കും, ഗംഗേച്ചിക്ക് ഇത് നന്നായിട്ട് ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാൽ പിന്നെ നമുക്ക് ഇത് രണ്ടും എടുക്കാമല്ലേ? രണ്ടുമോ എന്ന് അപ്പം കാവേരി ചോദിക്കുകയാണേ. രണ്ടും. പെട്ടെന്ന് കാവേരി ആ 2 സാരികളുടെ വില നോക്കുകയാണ് കേട്ടോ. അപ്പം അതിനൊക്കെ ഭയങ്കര വിലയാണ്. വിനീതേട്ട വില നോക്ക്, ഒരു സാരിക്ക് 50,000 രൂപയാണ് വില. സാരമില്ല കാവേരി, നമുക്ക് വാങ്ങാം എന്ന് പറയാം. വെറുതെ കാശ് കളയണോ വിനീതേട്ട എന്ന് ചോദിക്കാം. വെറുതെ അല്ലല്ലോ, ഗംഗയ്ക്ക് വേണ്ടിയല്ലേ, എന്നാലും ഇത്രയും വിലയുടെ സാരിയൊക്കെ മേടിക്കണോ വിനീതേട്ട എന്ന് ചോദിക്കുക. തയ്യൽക്കാരനായതുകൊണ്ട് കയ്യിൽ കാശില്ലെന്ന് കരുതിയാണെങ്കിൽ പേടിക്കണ്ട, കാശൊക്കെ ഉണ്ട്. അളിയ, ഈ സാരി രണ്ടും കൊള്ളാവോ എന്ന് നോക്കിക്കേ. കൊള്ളാം, നന്നായിട്ടുണ്ട്, പൊളി സാരിയാടാ എന്ന് നിവിൻ പറയും. നിളക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? അത്ര ഭംഗിയൊന്നും ഇല്ല എന്ന് നിള പറയും. ഭംഗിയില്ലേ? എന്നാൽ പിന്നെ ഏതാ നല്ലത്? എനിക്കുള്ളത് എടുക്കുക എന്നിട്ട് പറയാം എന്ന് അപ്പം നിള പറയും. എന്നാൽ പിന്നെ പട്ടുസാരി 2 എടുക്കട്ടെ. പട്ടുസാരിയോ? എനിക്ക് പട്ടുപാവാടയും ജാക്കറ്റും മതി. എടി അടങ്ങിയിരിക്ക്, ഒന്ന് ചുമ്മാതിരി കാവേരി എന്ന് അപ്പം കാവേരിയോട് വിനീത് പറയും. ഇവളോട് ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാതെ ഇവൾ കാശ് ചിലവാക്കരുതെന്ന്. ആവശ്യമില്ലാതെ അല്ലല്ലോ, എല്ലാവർക്കും വാങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ
വിനീതാണെങ്കിൽ നീളക്കുട്ടിയെ ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുക്കും. ഞാനേ നിനക്ക് ആദ്യം തന്നെ ജാക്കറ്റും പട്ടുപാവാടയും എടുത്ത് തന്നാൽ ഈ സാരി രണ്ടും ഗംഗേച്ചിക്ക് ചേരുമോ ഇല്ലയോ? ഡബിളൊക്കെ ഗംഗേച്ചിക്ക് ഇത് നന്നായിട്ട് ചേരും. കുട്ടികളുടെ സെക്ഷൻ എവിടെയാ എന്നപ്പോൾ ചോദിക്കേ 3rd ഫ്ലോറിലാ എന്ന് പറയും. അപ്പം പെട്ടെന്ന് വിനീതാണെങ്കിൽ നമ്മുടെ നീളക്കുട്ടിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകട്ടോ. കാവേരിയും നിവിനും അവിടെ തന്നെ ഇരിക്കാം. അതെ, ഇതൊക്കെ ഒരുപാട് വിലയല്ലേ, ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ എന്ന് കാവേരി ചോദിക്കും. വെഡ്ഡിങ് പർച്ചേസിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് മാഡം, എങ്കിലും 50% ഡിസ്കൗണ്ട് ഒന്നും നിങ്ങൾ തരില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ട് നമ്മുടെ കാവേരിയെ തന്നെ നോക്കിക്കൊണ്ട് നിവിൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാവേരിയുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുക തൻ്റെ മനസ്സിലേക്ക്. അങ്ങനെ നമ്മുടെ നിവിനും കാവേരിയും മൊത്തമുള്ള സ്വപ്ന ലോകത്തേക്ക് പോവാം. ഇതേ സമയം വിനീതാണെങ്കിൽ ഓരോരോ ഡ്രസ്സുകൾ എടുത്ത് നമ്മുടെ നിളക്കുട്ടിയെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം എടുക്കുന്നതൊന്നും നിളക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കൊള്ളില്ല വിനീതേട്ടാ, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെങ്ങനെയുണ്ട്, ഇത് അടിപൊളിയായിട്ടില്ലേ, ഇതെൻ്റെ മോക്ക് നന്നായിട്ട് ചേരും, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അപ്പം നമ്മുടെ നിള പറയാൻ കേട്ടോ. അങ്ങനെ ഓരോന്നും എടുക്കുവാണേ. പെട്ടെന്നാണ് അവിടെ ബൊമ്മയിൽ ഇടിട്ട് വെച്ചിരിക്കുന്ന ഒരു ചുമന്ന ഡ്രസ്സ് കാവേരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാവേരി അതും നോക്കി നിൽക്കുക. കാവേരിക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് നിവിൻ അടുത്ത് വന്നപ്പോൾ ചോദിക്കുക. എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്, ഞാൻ എല്ലാ കളർ ഡ്രസ്സും ഇടാറുണ്ടല്ലോ. എന്നാലും കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളൊരു കളർ ഉണ്ടാവില്ലേ, ഫേവറേറ്റ് കളറ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ എനിക്കിഷ്ടമാണ്. അത് റെഡ് കളറുള്ളൊരു ഉടുപ്പായിരുന്നു കേട്ടോ അവിടെ പ്രതിമയിൽ ഇടിപ്പിച്ച് വെച്ചിരുന്നത്. എന്നിട്ട് കാവേരി അവിടെ നിന്ന് പോവേ. അപ്പം നിവിൻ ആ പ്രതിമയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം. അയ്യോ പോയോ എന്നും പറഞ്ഞാൽ കാവേരിയുടെ പിന്നാലെ ചെല്ലുകയാണ് കേട്ടോ. അല്ല കാവേരി എന്തായി നോക്കുന്നേ എന്നൊക്കെ അപ്പം നിവിൻ ചോദിക്കുക. അല്ല ഇതൊക്കെ ഇവിടെ വന്നതല്ലേ, എല്ലാം കണ്ടു കളയാം എന്ന് കരുതി എന്ന് അപ്പം കാവേരി പറയണം കേട്ടോ. നമ്മുടെ നിവിൻ കാവേരിയുടെ അടുത്ത് വന്ന് ചോദിക്കും. അല്ല കാവേരിക്ക് വേണേൽ റെഡ് കളർ കല്യാണ സാരി നമ്മുടെ കല്യാണത്തിന് എടുക്കാം. എന്താ? അല്ല കാവേരിയുടെ കല്യാണത്തിന് റെഡ് കളർ സാരി എടുക്കാമെന്ന് പറഞ്ഞതാ. അതൊക്കെ എന്നോ നടക്കേണ്ട കാര്യങ്ങളല്ലേ, അതിനെപ്പറ്റി ഇപ്പോഴേ നമ്മൾ എന്തിനാ സംസാരിച്ച് സമയം കളയുന്നേ എന്ന് പറയാം. അല്ല ഈ പെൺകുട്ടികളെ പറ്റി പൊതുവെ പറയുന്നത് അവരെ തുണിക്കടയിൽ കൊണ്ടുപോകുന്നതേ കന്നിനെ കൊണ്ട് കയം കാണിക്കുന്ന പോലെയാണെന്നാ പറയാ, അതുപോലെ ആണെന്നത്രേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെക്കുവാണേ, അപ്പം എളുപ്പമാകുമല്ലോ എന്ന് പറയാം. ഓ അങ്ങനെ, എനിക്ക് അത്ര സമയമൊന്നും വേണ്ട, എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ വേഗം എടുക്കും എന്ന് നമ്മുടെ കാവേരി അപ്പം പറയണം കേട്ടോ. പെട്ടെന്ന് നിവിൻ പറയും. അത് ഫ്ലോപ്പായി. വീണ്ടും നിവിൻ അടുത്തേക്ക് വരിക, ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരും. പറയും നമുക്ക് കല്യാണത്തിന് ഈ ഡ്രസ്സ് എടുത്താലോ, ഇത് ചുമപ്പല്ലേ എന്ന് പറയും. കല്യാണത്തിന് ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ എങ്ങനെ കല്യാണത്തിന് പോവുക, ആൾ കൊള്ളാലോ, ഇയാൾ തന്നെ ഇത് വെച്ചോ, കല്യാണത്തിനിടാം എന്ന് പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. ഒരു നൈറ്റ് പോലത്തെ ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് വരുന്നത്. അതേസമയം നമ്മുടെ വിനീത നിലയും ഓരോരോ ഡ്രസ്സുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് അങ്ങോട്ട് വരിക. വിനീതേട്ടനെ മുടിപ്പിച്ചോടി എന്ന് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മുടിപ്പിച്ചു, നീ വീട്ടിലേക്ക് വാ, അമ്മയെക്കൊണ്ട് സാധിക്കുന്ന പോലെ അമ്മയും ചെയ്യും എന്ന് പറയാം. സന്തോഷിക്കാനുള്ള ദിവസമല്ലേ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് കാര്യമൊന്നും പറയല്ലേ എന്ന് പറയാം. ഇനി ഞെട്ടിക്കൽ ബിരിയാണിയും ഷാർജ ഷെയ്ക്ക് അടക്കം എന്തൊക്കെ കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറയാം. വിനീതേട്ടാ ഞെട്ടിക്കലൊന്നും തീർന്നിട്ടില്ല എന്ന് അപ്പോൾ കാവേരി പറയും. അങ്ങനെ ഒന്നും തെണ്ടേണ്ട അവസ്ഥ വരില്ല കാവേരി, കാശുണ്ട്, കഴിഞ്ഞില്ലേ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുക. കഴിയാനോ? കാവേരിക്കും യമുനയ്ക്കും അമ്മായിക്കും അമ്മമ്മയ്ക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം എന്ന് വിനീത് പറയും. എന്തിനാ വിനീതേട്ടാ വെറുതെ കാശ് കളയുന്നേ? വെറുതെ കളയാനോ? ഡ്രസ്സിന് വേണ്ടിയല്ലേ, കാശൊക്കെ ഉണ്ട്. ഞാനൊരു പാവപ്പെട്ട തയ്യക്കാരനാണെന്ന് കണ്ട് നീ എന്നെ അങ്ങനെ വില കുറഞ്ഞ് കാണരുത്, എൻ്റെ കയ്യിൽ കാശുണ്ട്, ദേ അമ്മയ്ക്കും ഗീതേച്ചിക്കും ഉള്ള ഓരോ സാരികൾ കൂടി എടുക്കണം കേട്ടോ എന്ന് പറയാണ് കേട്ടോ. അപ്പം നിവിൻ അങ്ങോട്ട് വരികയാണേ. അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കേട്ടോ. ഗംഗയ്ക്കുള്ള 50,000 രൂപയുടെ സാരികൾ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.